സയ്യാറാത്തിനെ കുറിച്ചായിരിക്കണം എന്ന് ആധുനികരായ ആലിമീങ്ങൾ ആ ഹദീസിനെ കുറിച്ച് പറയാറുണ്ട്. മെത്തകളിലായി ഇരിക്കുന്ന വാഹനങ്ങൾ, എന്നാൽ മൃഗമല്ല. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ വെളിച്ചത്തിൽ. അവർ ചോദിച്ചു, നബിയേ, നാളെ പരലോകത്ത് കുതിരകളുണ്ടോ, വാഹനമുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, സ്വർഗവാസിയായ ആൾക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവുകയേ വേണ്ടു. ഒരു കുതിര വരികയായി, അതിന് ചിറകളുണ്ടാവും. സ്വർഗലോകത്ത് എവിടെ വേണോ അവന് പറന്നു പോകാൻ കഴിയും. സ്വർഗലോകത്ത് ഉദ്ദേശിക്കുന്നിടത്ത് മുഴുവനും പറന്നു നടക്കാൻ കഴിയുന്ന ചിറകുകളുള്ള വാഹനങ്ങൾ അല്ലാഹു നാളെ സ്വർഗലോകത്ത് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, നബിയേ, അവിടെ കൃഷി ഇറക്കാൻ പറ്റുമോ നബിയേ? നല്ല കർഷകനായിരുന്നു. അവിടെ കൃഷി ഉണ്ടാവോ നബിയേ? ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടല്ലേ. നബി തങ്ങൾ പറഞ്ഞു, അവിടെ കൃഷിയുണ്ട്. അള്ളാഹു നൽകുന്ന അവിടുത്തെ സൗകര്യങ്ങളൊന്നും മതിയാഞ്ഞിട്ടാണോ കൃഷി വേണമെന്ന് ചോദിക്കുന്നത്? അവിടെ കൃഷിയുണ്ട്. വിത്ത് ഇറക്കുന്നതും മുളക്കുന്നതും കൊയ്തെടുക്കുന്നതും ഒരേ നേരത്ത് തന്നെ. ഇത് പറഞ്ഞപ്പോ ഒരു അറാബി പറഞ്ഞു, പൊന്നാര നബിയേ, കൃഷി വേണമെന്ന് ചോദിക്കുന്ന ആ മനുഷ്യൻ, നബി തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് സ്വർഗലോകത്ത് എനിക്ക് കൃഷി വേണം എന്നൊരാൾ അള്ളാഹുവിനോട് പറയുന്ന, അപ്പോൾ അള്ളാഹു പറയുന്ന വാക്ക് അത് പോരെ. എന്നാൽ അള്ളാഹു പറയും, എന്നാ നീ കൃഷി വിത്തിറക്കിക്കോ, അത് പൊങ്ങുന്നു, കൊയ്തെടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ച ഒരു സംഭവമാണിത്. തങ്ങൾ ചിരിച്ച മുവാഖിഫു ളഹക ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ തന്നെ കിതാബുകളുണ്ട്. തങ്ങൾ ചിരിച്ച സന്ദർഭങ്ങൾ മാത്രം പറയുന്ന കിതാബുകളുണ്ട്. തങ്ങൾ എവിടെയൊക്കെ ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാണിത്. അപ്പോൾ നാളെ അള്ളാഹുവിനോട് അവിടെ വെച്ച് സ്വർഗത്തിൽ വെച്ച് ചോദിക്കുന്നു, റബ്ബേ, കൃഷി ചെയ്യാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹു പറയാണ്, അള്ളാഹു കൊടുത്ത മറുപടിയാണ്. അള്ളാഹുവിന്റെ മറുപടി വരുന്നു, കൃഷി ചെയ്തോളൂ, പക്ഷെ വിത്തിറക്കലും മുളക്കലും കൊയ്തെടുക്കലും ഒക്കെ ഒരു ദിവസം തന്നെ, എല്ലാം ഒറ്റടിക്ക് തീരും. ഇത് പറഞ്ഞപ്പോ സദസ്സിലുള്ളൊരു ആറാബി പറഞ്ഞു, പൊന്നാര നബിയെ, ആ ചോദിക്കുന്ന ആള് ഒന്നുകിൽ ഖുറൈശി ആയിരിക്കും, അല്ലെങ്കിൽ അൻസാരി ആയിരിക്കും നബിയെ. ഇവരാണല്ലോ കൃഷിക്കാര്, ഞങ്ങൾ കാട്ടറബികളായി നടക്കണ, ഞങ്ങളൊന്നും ഈ പണിക്കൊന്നും പോകാറില്ല എന്ന് പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ചോദിക്കണത് ഒരു ഖുറൈശി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അൻസാരി ആയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അങ്ങനെയായിരുന്നു. സ്വഹാബത്തിന്റെ കൂടെ നിസ്കാരം കഴിഞ്ഞ്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ യജ്ലിസു മഅഹും, സ്വഹാബികൾ പറയാ, തങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരിക്കും. ഞങ്ങളന്ന് ഇരുന്ന് പലതും പറയും, നബി ഞങ്ങളുടെ കൂടെ ഇരിക്കും. നബി വലിയൊരാളാന്ന് വിചാരിച്ച് ഗൗരവത്തിൽ ശ്വാസം പിടിച്ച് നബി ഇരിക്കൂല. ഞങ്ങൾ ജാഹിലിയ്യ കാലത്തെ പല വിറ്റും പറയും, നബി ഞങ്ങൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുന്യാവിന്റെ വിഷയമെന്നാൽ കൂടെ കൂടി പറഞ്ഞുതരും. കച്ചവടം പറയും നബി, ഞങ്ങളുടെ കൂടെ കൂടി അതിന്റെ കാര്യങ്ങൾ പറയും. ആഖിറം എന്നാ നബി അത് പറഞ്ഞു തരും. ഞങ്ങളുടെ വർത്തമാനത്തിൽ നബി തങ്ങൾ കൂടി ചിരിക്കുമായിരുന്നു, കൂടുമായിരുന്നുവെന്ന് സ്വഹാബികൾ ഹബീബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് പണ്ഡിതന്മാരായ ആളുകളൊക്കെ സാധാരണക്കാരുമായി ഇടപഴകുമ്പോഴേ, സാധാരണക്കാരുടെ ലോകം, അവരുടെ ചിന്തകൾ പലതുമായിരിക്കും. അതിലേക്ക് കൂടി അതുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടെ ഇരുന്ന് വർത്താനം പറയണമെന്ന ഹബീബായ തങ്ങൾ അത് കാണിച്ചു തന്നു. പല അവസ്ഥകളിലും ഹബീബായ തങ്ങൾ പറയാണ്, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, സ്വർഗം വിലപിടിപ്പുള്ളതാണ്, സ്വർഗം വിലപിടിപ്പുള്ളതാണ്. സഅദ് ഇബ്നു ഖൈഥമ റളിയല്ലാഹു തആല അൻഹു, पहली बार शेयर खरीदते हैं तो डर तो लगता ही है. मुझे याद है जब मैं 11th स्टैंडर्ड में था, अपने जीवन का വാപ്പയും സ്വഹാബിയാണ്, മകനും സ്വഹാബിയാണ്. സഅദ് എന്നവര് സ്വഹാബിയാണ്, ഖൈഥമ എന്നവരും സ്വഹാബിയാണ്. ബദർ യുദ്ധം ആസന്നമാകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് വിളിക്കുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു വാപ്പയും പറഞ്ഞു, നമ്മൾ രണ്ടുപേരും യുദ്ധത്തിന് പോവാ. രണ്ടാണുങ്ങളെ വീട്ടിലുള്ളൂ, ഒന്ന് വാപ്പയാണ്, ഒന്ന് മോനാണ്. പിന്നെ കുറെ 5-8 പെങ്ങന്മാരുണ്ട്. വാപ്പാക്ക് ഒന്നിലേറെ ഭാര്യമാരുമുണ്ട്. വാപ്പ പറഞ്ഞു, മോനെ, വാപ്പ പൊയ്ക്കോളാം, എന്റെ ഭാര്യമാര്, നിന്റെ എളാമ്മമാര്, നിന്റെ അമ്മായിമാര്, നിന്റെ പെങ്ങന്മാര്, അവരൊക്കെ മോൻ നോക്ക്, വാപ്പ പൊയ്ക്കോട്ടെ. വാപ്പ പെങ്ങന്മാരും ഭാര്യമാരൊക്കെ വാപ്പ നോക്കിയാൽ മതി, ഞാൻ പോവാണ്. അല്ല മോനെ, വാപ്പ വരട്ടെ. യാ ബുനയ്യ ആസിർനീ ബിഹാദാ, ഈ യുദ്ധത്തിലേക്ക് വാപ്പ പോട്ടെ മോനെ. മോനെ അടുത്ത് വരാനുള്ള വല്ല അവസരവും കിട്ടുമല്ലോ, വാപ്പാക്ക് പ്രായമായില്ലേ. വാപ്പ പോട്ടെ, വീട്ടുകാരെ നിന്നെ ഏൽപ്പിക്കട്ടെ മോനെ. നമ്മൾ രണ്ടുപേരും പോയാൽ ഇവരാരാണ് നോക്കാനുണ്ടാവുക? അതുകൊണ്ട് വാപ്പ പോകട്ടെ. മോൻ പറഞ്ഞു, ഉപ്പാ പോവാൻ പറ്റില്ല, ഉപ്പാ പോവാൻ പറ്റില്ല, നമുക്ക് നറുക്കിടാം, എനിക്ക് പോണം, ഇത് സ്വർഗമാണുപ്പാ, എനിക്ക് പോകണം. നറുക്കിട്ടു. ആര് പോണെന്ന്? വിസ വന്ന് ഗൾഫിക്ക് ഒരാൾക്കേ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോക്കല്ലത്. അത് ഞാൻ പോയിക്കോളാം, ഞാൻ അതല്ല, മരണത്തിലേക്ക്
സ്വർഗത്തിലേക്ക് പോവാണ്, ഷഹാദത്ത് വരിക്കാൻ പോവാണ്. ബദറിലേക്കാണ് വിളിക്കുന്നത്. ഫിസായേ ബദർ പൈദാ കർ ഫരിശ്തേ തെരീ നുസ്രത് കോ ഉതർ സക്തേ ഹൈ ഗർദൂൻ സേ ഖതാർ അന്ദർ ഖതാർ റബ്ബി. അല്ലാഹുവിന്റെ മാലാഖമാർ സഫ് സഫായി ഇറങ്ങി വന്ന ലോകമാണ് ബദറിന്റെ ലോകം. ബദറിലേക്കാണ് മലക്കുകൾ സഫ് സഫായി ഇറങ്ങി വന്നത്. എവിടേക്കാ പോണത്? മലക്കുകൾ ഇറങ്ങുന്ന ലോകം. മണ്ണാർക്കാട് മലക്കുകൾ ഇറങ്ങുന്നൊക്കെ പറഞ്ഞില്ലേ? മലക്കുകൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അള്ളാഹുവിന്റെ മാലാഖമാർ ഈമാനുള്ള മുഅ്മിനീങ്ങളെ സഹായിക്കാൻ ബദറിലേക്ക് ഇറങ്ങി വന്നു. ഖതാർ അന്ദർ ഖതാർ റബ്ബി. ഇപ്പോഴും ആ മാലാഖമാർ ഇറങ്ങാൻ ഇടയുണ്ട് എന്ന് അല്ലാമ ഇഖ്ബാലിന്റെ വാക്കുകളിൽ ഈമാൻ ഒരുക്കി വെച്ചാൽ ഈമാനിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ കൂടെ മലക്കുകൾ ഉണ്ടാകും. പരിശുദ്ധമായ ബദറിലേക്കാണ് സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു അൻഹു പോകുന്നത്. നറുക്ക് വീണത് സഅദ് എന്നവർക്കാണ്. വാപ്പ പറഞ്ഞു, മോനെ സഅദേ, എന്നെ വിളിക്കും മോനെ. മോൻ പോവല്ല, അത് വാപ്പാക്കുതാ, വാപ്പ പോകട്ടെ. യാ അബതി ഉപ്പാ ലൗലൽ ജന്ന ലആഥറതുക ബി. ഉപ്പാ, ഇത് സ്വർഗത്തിന്റെ വിഷയമല്ലായിരുന്നുവെങ്കിൽ, സ്വർഗമല്ലായിരുന്നുവെങ്കിൽ ഉപ്പാ, ഞാൻ ഉപ്പാനെ വിട്ടേനെ. പക്ഷേ സ്വർഗമല്ലേ. ലാ ഊസിറു ബിഹാ അഹദാ, ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് വാപ്പയോട് പറഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹു ബദറിലേക്ക് ചെന്ന് ഷഹീദായ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു ഖൈസമ. വാപ്പാക്ക് അവസരം ലഭിക്കുന്നു. ഉഹദ് വന്നപ്പോ ബദറിലേക്ക് പോകണമെന്ന് കൊതിച്ചു. ബദർ അല്ലാഹു തആല പ്രത്യേകമായ സഹായം ഇറക്കി വിജയിപ്പിച്ച യുദ്ധമാണ്. ബദറിലേക്ക് പോകുമ്പോഴാണ് ഉപ്പാ ലൗലൽ ജന്ന, ഇത് സ്വർഗത്തിന്റെ വിഷയമാണ് ഉപ്പാ, അല്ലെങ്കിൽ ഞാൻ ഉപ്പാനെ വിട്ടേനെ, ഇത് വിട്ടുതരില്ല, എനിക്ക് വേണം, എനിക്ക് വേണം, ഇത് സ്വർഗമാണ്, സ്വർഗത്തിന്റെ വിഷയമാണ്. ഉഹദ് വന്നപ്പോഴാണ് ഖൈസമ റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് പോയി ഷഹീദായ സ്വഹാബിയാണ് ഖൈസമ റളിയല്ലാഹു അൻഹു. കാലിന്